ആ കാലത്ത് ഞാൻ ഉത്തരം നൽകുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ ആകാശത്തിന് ഉത്തരമരുളും, അത് ഭൂമിക്ക് ഉത്തരം നൽകും. ദൈവത്തിൻ്റെ രീതി ശ്രദ്ധിച്ചോ? നമ്മൾ പ്രാർത്ഥിക്കുന്നു, കരയുന്നു. കർത്താവ് പറയണം, ഞാൻ ആകാശത്തിന് ഉത്തരമരുളും, അത് ഭൂമിക്ക് ഉത്തരമരുളും. ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും. ആത്മീയം അന്വേഷിക്കണം ഒരുത്തൻ, അവൻ്റെ ഭൗതികം ദൈവം തരും. അതുകൊണ്ട് പറഞ്ഞ ആകാശത്തിലെ പറവുകളെ നോക്കുകയും അപ്പോൾ നിങ്ങൾക്ക് ഒരു ലെസൺ പിടികിട്ടും. ദൈവം കരുതുന്ന ദൈവമാണെന്ന് പിടികിട്ടും. അബ്രഹാം വലിയ ടെൻഷൻ അടിച്ച് ടെൻറ്റിൽ കുനിഞ്ഞ് നിലത്തോട്ട് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു, നീ പുറത്തോട്ടിറങ്ങുക, ആകാശത്തേക്ക് നോക്ക്, നിന്റെ സന്തതി ഇങ്ങനെയാകും. ഇങ്ങനെ കുനിഞ്ഞ് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് നടക്കണ്ട, നീ ആകാശത്തോട്ട് നോക്ക്. ഇത്രയും വിശാലമായ ഒരാകാശം ഉണ്ടാക്കിയ വിശാല ഹൃദയമുള്ളൊരു ദൈവം നിനക്കുണ്ട്. യാക്കോബും ദൂതനുമായിട്ട് മല്ല് പിടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പിരിച്വൽ ബാറ്റിലാണ്. കരഞ്ഞു പ്രാർത്ഥിക്കുക, നിലവിളിച്ച് എന്ന് പറഞ്ഞാൽ ദൂതനെ കയറി പിടിക്കുക പ്രാർത്ഥനയിൽ. ദൂതൻ അവൻ്റെ തുടയുടെ തടത്തിൽ തൊട്ടെന്നാണ് എന്ന് പറഞ്ഞാൽ ആത്മമണ്ഡലത്തിലെ പ്രയർ ഭൗതിക മണ്ഡലത്തിൽ കാണത്തക്കവണ്ണം ഒരു അടയാളം ദൈവം തരും. അവൻ്റെ പേര് മാറി, അവനൊരു രാജ്യമായി മാറി. നിസാരക്കാരനായ ഒരു മനുഷ്യൻ അവനൊരു രാജ്യമായി മാറി. പ്രാർത്ഥിക്കണം, ദൈവരാജ്യം അന്വേഷിക്കണം, ദൈവനീതി അന്വേഷിക്കണം. നിങ്ങളുടെ സ്ഥിതി മാറും. നീതി വരുമെന്ന്, നീതി കുടുംബത്തെ ഉയർത്തുമെന്ന്. ഇതുവരെയുള്ള നമ്മുടെ പാപങ്ങൾ നമ്മുടെ കുടുംബത്തെ തകർത്തില്ലേ? ഇനി ദൈവത്തിൻ്റെ നീതി ഒന്ന് അന്വേഷിച്ചേ. നീതി നിങ്ങളുടെ കുടുംബത്തെ ഉയർത്തും, നിങ്ങളുടെ മക്കളെ ഉയർത്തും, നിങ്ങളുടെ തലമുറകളെ ഉയർത്തും, നിങ്ങളുടെ നാട്ടുകാരെ ഉയർത്തും, നിങ്ങളുടെ ദേശത്തെ ഉദ്ധരിക്കും.